അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 6. പൊക്കോട്ടെ. അഗ്നി കണ്ണിമച്ചിമാതെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും ജ്വാല വീണ്ടും ചോദിച്ചു. പോണോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ മൂളി. ഇനി എന്നാ കാണുന്നേ? അവന്റെ സ്വരം ആർദ്രമായിരുന്നു. അവൾ വിടർന്ന കണ്ണാലെ അവനെ നോക്കി. എന്തെങ്ങനെ നോക്കുന്നേ? പറ, എന്നാ കാണാ ഇനി? അവന്റെ സ്വരത്തിൽ പ്രണയമായിരുന്നു. എന്തിനാ കാണുന്നേ? അവൾ സംശയത്തോടെ ചോദിച്ചു. മറുപടിയായി അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. ആ ചിരിയിൽ താൻ സ്വയം മറന്ന് അവനെ നോക്കിയിരിക്കുമെന്ന് തോന്നിപ്പോയി ജ്വാലയ്ക്ക്. അവള് വേഗം മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഒരു കുടയും പിടിച്ച് കയ്യിലൊരു ടോർച്ചുമായി ശ്യാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന പൊന്നൂനെ കണ്ട് ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് പേടിയോടെ നോക്കി. അവൻ എന്തായെന്ന പോലെ അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ, പൊന്നു വരുന്നുണ്ട്. അവൾ റോഡിലേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവൾ വിരല് ചൂണ്ടിയിടത്തേക്ക് നോക്കി. പൊന്നു കണ്ണുകൾ ചുറ്റും പായിച്ച് ജ്വാലയെ തിരയുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുമുണ്ട്. മഴ കുറഞ്ഞിരിക്കുന്നു. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. പൊയ്ക്കോ, അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കാതെ ഡോറ് തുറന്നു. പെട്ടെന്ന് അവൻ അവളിലേക്ക് ചാഞ്ഞു വന്നു. അവളുടെ നനഞ്ഞ പുറത്ത് അവന്റെ നനഞ്ഞ ശരീരം അമർന്നു. ജ്വാലയ്ക്ക് തന്റെ ശരീരത്തിലൂടെ ഒന്നാകെ കറണ്ട് അടിക്കുന്നത് പോലെ തോന്നി. അവളുടെ കൈകൾ ഡോറിൽ മുറുകി. അവൻ ഡോറിൽ വെച്ചിരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിലായി അവന്റെ കൈകൾ അമർത്തി. ഒപ്പം കഴുത്തിലടിക്കുന്ന അവന്റെ ചുടുനിശ്വാസവും. ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. അവനെ തള്ളിമാറ്റി ഓടിപ്പോകാൻ മനസ്സ് പറയുമ്പോഴും ശരീരം അത് അനുസരിക്കാത്തതുപോലെ. അവന്റെ കൈകൾക്കുള്ളിൽ കിടന്ന് അവളുടെ കൈകൾ വിറകൊണ്ടു. ജ്വാല. കഴുത്തിൽ അവന്റെ ശ്വാസം പതിപ്പിച്ചുകൊണ്ട് അവൻ വിളിച്ചു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവൻ പുഞ്ചിരിച്ചു. നമ്മൾ വൈകാതെ വീണ്ടും കാണും ജ്വാല. അന്ന് ചിലപ്പോൾ നിനക്ക് കരയേണ്ടി വന്നേക്കാം. അവൻ പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മൃദുവായൊന്ന് ചുംബിച്ചു. അവൻ്റെ കൈകളും ശരീരവും അവളിൽ നിന്നകന്നു. അതേ നിമിഷം വിറയലോടെ അവൾ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് പൊന്നു അങ്ങോട്ട് വന്നത്. അവൾ പകപ്പോടെ ജ്വാലയെ നോക്കി. അപ്പോഴേക്കും അഗ്നിയുടെ കാർ അവരെ മറികടന്ന് മുന്നോട്ട് പോയിരുന്നു. ജ്വാല, പൊന്നു വിശ്വാസം വരാതെ വിളിച്ചു. അവൾ ഞെട്ടലോടെ പൊന്നൂനെ നോക്കി. ജ്വാല, അതാരാ? നീ എങ്ങനെ അയാളുടെ കാറില്? പൊന്നു അവളോട് ഉള്ളിൽ നിറഞ്ഞ പേടിയോടെ ചോദിച്ചു. ജ്വാല കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. പൊന്നൂന്റെ കൈകളും സംശയത്തോടെ അവളെ ചേർത്തു പിടിച്ചു. ജ്വാലയും പൊന്നുവും സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോഴേ കണ്ടു തങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്ന അരുന്ധതിയും അംബികയും. വഴക്ക് കേൾക്കാൻ തയ്യാറായി തല താഴ്ത്തി നിന്നു ജ്വാല. പൊന്നൂനൊരു കൂസലുമില്ല. പക്ഷേ അവള് ജ്വാലയെ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ജ്വാല നടന്ന കാര്യങ്ങളെല്ലാം പൊന്നൂനോട് പറഞ്ഞിരുന്നു. ഞെട്ടലായിരുന്നു അവളിൽ. ഇന്നോളം ഏട്ടനെപ്പോലും തൻ്റെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കാത്ത, ഒന്ന് ചുംബിക്കാൻ പോലും അനുവദിക്കാത്ത ജ്വാല ഒരു പരിചയമില്ലാത്ത ആളുടെ മുന്നിൽ അത്രയൊക്കെ നടന്നിട്ടും പ്രതികരിക്കാതിരുന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. പൊന്നു അവളെ ഒരുപാട് വഴക്കു പറഞ്ഞു. ആളുടെ മുഖം പൊന്നു കണ്ടിരുന്നില്ല. അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പൊന്നു അവളുമായിട്ട് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയത്. പൊന്നു ഒന്ന് നിശ്വസിച്ചു. എന്താ ഇത്രയും നേരം വൈകിയേ? ഇങ്ങനെ തോന്നിയതുപോലെ കയറി വരാൻ എവിടെ നിന്ന് പഠിച്ചു? അരുന്ധതിയാണ് അത് ചോദിച്ചത്. പൊന്നു അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. പക്ഷെ അവരുടെ തുറച്ചുനോട്ടം മുഴുവൻ ജ്വാലയിലും അവളുടെ നനഞ്ഞൊട്ടിയ ശരീരത്തിലുമായിരുന്നു. ജ്വാല മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് സുരഭിയും സൗപർണികയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ, എഴുന്നള്ളിയോ തമ്പുരാട്ടി? സുരഭി പുച്ഛത്തോടെ ചോദിച്ചു. പൊന്നു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അത് കണ്ട് സുരഭി അവളെ നോക്കി പുച്ഛിച്ചു. ജ്വാല, മഴ മുഴുവൻ കൊണ്ടോ നീ? ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ നാളത്തേക്ക് പനി ഉറപ്പായില്ലേ? അംബിക ഗൗരവത്തോടെ ചോദിച്ചു. അപ്പോഴാണ് ജ്വാല അവളുടെ ശരീരത്തിലേക്ക് നോക്കുന്നത്. വസ്ത്രമാകെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് അവളുടെ ബ്ലൗസും മാറിടുക്കും വയറും വരെ പുറത്തേക്ക് എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ജ്വാലയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. എൻ്റെ കണ്ണ, ഇങ്ങനെയാണോ ഞാൻ അയാളുടെ മുന്നിൽ നിന്നേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കരയണ്ട, പോയി വസ്ത്രം മാറാൻ നോക്ക്. അവർ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ജ്വാല കരയുന്നതെന്ന് കരുതി അംബിക പറഞ്ഞു. അവളൊന്ന് തലകുലുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. വാതിൽപ്പടിയിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കിച്ചുവിനെ അവൾ അപ്പോഴാണ് കാണുന്നത്. അവള് പകപ്പോടെ അവളുടെ മാറുകൾക്ക് കുറുകെ കൈമറച്ചുകൊണ്ട് അവനെ മറികടന്ന് പെട്ടെന്ന് അവളുടെ റൂമിലേക്ക് ഓടി. അപ്പോഴും അവൾക്കുള്ളിൽ തന്നെ ഉറ്റുനോക്കിയ കിച്ചുവിന്റെ കണ്ണുകളിൽ എന്ത് ഭാവമായിരുന്നു എന്ന ചിന്തയായിരുന്നു. പൊന്നു എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു. കിച്ചുവിനെ കണ്ടതും സുരഭിയും സൗപർണികയും ഒന്ന് ചിരിച്ചു. അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ജ്വാലയുടെ റൂമിനടുത്തേക്ക് നടന്നു. സുരഭിയുടെ പല്ലുകൾ ദേഷ്യം കൊണ്ട് മുറുകി. കുളി കഴിഞ്ഞ് ഒരു ധാവണിയും ചുറ്റി ജ്വാല ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ജ്വാല സംശയത്തോടെ ഡോറ് തുറന്നു.
മുന്നിൽ നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. അപ്പോഴേക്കും അവൻ അവളെ മറികടന്ന് ബെഡിൽ പോയി ഇരുന്നിരുന്നു. ജ്വാല ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വന്നു നിന്നു. കുളിച്ചോ നീ? അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ മൂളിക്കൊണ്ട് തല താഴ്ത്തി. ആ സമയം കൊണ്ട് അവന്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ കൊതിയോടെ അലഞ്ഞു നടന്നു. കുറച്ചു മുന്നേ കണ്ട അവളുടെ ഉടലഴകുകൾ അവനിൽ അത്രമേൽ കാമം നിറച്ചിരുന്നു. അവനൊന്നും പറയാത്തത് കണ്ട് അവൾ സംശയത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. അവൾ തലയുയർത്തുന്നത് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു പോയി. എന്നോടുള്ള പിണക്കം മാറി കിച്ചേട്ടാ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. മാറി. ഇവിടെ വാ, എൻ്റെ അടുത്ത് വന്നിരിക്കെ. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ തല കുലുക്കിക്കൊണ്ട് അവന്റെ അടുത്തായി വന്നിരുന്നു. ബെഡിലിരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിലായി അവന്റെ കൈകൾ അമർന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അതുവരെ അവളെ നോക്കി പ്രണയത്തോടെ പുഞ്ചിരിച്ചിരുന്ന അവന്റെ ചുണ്ടുകളിൽ പുച്ഛം നിറഞ്ഞു. കിച്ചേട്ടാ, അവൾ സ്നേഹത്തോടെ വിളിച്ചു. അവൻ മൂളി. നമ്മുടെ വിവാഹം നടക്കാൻ ഇനി 2 മാസം കൂടിയുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കിച്ചേട്ടൻ്റെ മാത്രമാവാൻ കൊതി തോന്നുക. അവൾ അവൻ്റെ തോളിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ ഇനിയും തന്നോട് പിണങ്ങാതിരിക്കാൻ അവൾ സന്തോഷം നിറച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തന്നെ പുഞ്ചിരിയോടെ നോക്കുന്ന അഗ്നിയുടെ മുഖമായിരുന്നു. കിച്ചു ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ വശ്യമായി നോക്കി. അവൾ പകപ്പോടെ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ജ്വാല, ഞാൻ നിന്റെ കിച്ചേട്ടനല്ലേ? ഞാൻ എപ്പോഴും നിനക്ക് സ്വന്തമല്ലേ? നമ്മളിപ്പോൾ ഒന്നായപ്പോലും ആരും നമ്മളെ കുറ്റപ്പെടുത്തില്ല. പിന്നെ എന്തിനാ നീ എപ്പോഴും എന്നിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? നീ എൻ്റെ അല്ലേ? അവൻ വശ്യമായി പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലോരം പോയി നിന്നു. ജ്വാല, അവൾക്കടുത്തേക്ക് പോയി അവൻ മൃദുവായി വിളിച്ചു. വേണ്ട കിച്ചേട്ടാ, കിച്ചേട്ടനിപ്പോൾ പോ. ഞാനിപ്പോൾ കിച്ചേട്ടൻ്റെ സ്വന്തമല്ല. എല്ലാത്തിനും സമയമുണ്ട്. അവൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അസ്വസ്ഥമായ മനസ്സോടെ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അറിയില്ല, കിച്ചേട്ടൻ എന്തിപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ? വീണ്ടും പിണങ്ങിക്കാണും. പിണങ്ങട്ടെ. അവളുടെ മുഖത്ത് എന്തുകൊണ്ടോ ആ സമയം ദേഷ്യം നിറഞ്ഞിരുന്നു. പതിയെ അവൾ ജനലിലേക്ക് തലചാരി വെച്ച് കണ്ണുകൾ അടച്ചു. കുഞ്ഞാ. ചെവിയിൽ അഗ്നിയുടെ ആർദ്രമായ ശബ്ദം മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അയാളിന്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എനിക്ക് പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കിച്ചേട്ടനോട് തോന്നിയതുപോലെ ദേഷ്യം തോന്നിയില്ലല്ലോ എനിക്ക്. അവൾ ചിന്തിച്ചു പോയി. എന്തുകൊണ്ടാ അങ്ങനെ? അവൾക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് തൻ്റെ മനസ്സ് ശാന്തമാണെന്ന് അവൾക്ക് തോന്നി. അവൻ നൽകിയ വാത്സല്യം അത് തൻ്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചു. അവളുടെ കണ്ണുകൾ ഈറനായി. അപ്പോഴും അവൻ അവസാനം പറഞ്ഞതിൻ്റെ പൊരുൾ മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവൾ അല്പനേരം അങ്ങനെ തന്നെ നിന്നു. പതിയെ ഡോറടിച്ച് അവൾ ബെഡിലേക്ക് കിടന്നു. എന്തോ വിശക്കുന്നില്ല, ഉറക്കം വരുന്നത് പോലെ. പതിയെ അവളുടെ കണ്ണുകൾ നിദ്രയെ പുലുകി. ഉറക്കത്തിൽ അവളൊരു സ്വപ്നം കണ്ടു. വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ് ജ്വാല. അവളുടെ കഴുത്തിലേക്ക് താലി അണിയിക്കുന്ന ഒരാൾ. അയാളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ട്. കണ്ണുകളിൽ സന്തോഷം കൊണ്ട് എന്നതുപോലെ കണ്ണുനീർ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. ആരാണ് അയാൾ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് കിച്ചുവിൻ്റെ മുഖമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അയാളുടെ മുഖം അവളിലേക്ക് തെളിഞ്ഞു വരുമ്പോഴേക്കും അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ അഗ്നി നല്ല സന്തോഷത്തിലായിരുന്നു. ആദ്യമായി എൻ്റെ കുഞ്ഞൻ എന്നെ കണ്ടിരിക്കുന്നു. ആ കണ്ണുകളിലെ ഞെട്ടൽ, പിടപ്പ്, ആകാംക്ഷ അതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കുന്തോറും അവൻ്റെ മനസ്സ് അവളിലേക്ക് തന്നെ കുതിച്ചു ചാടിക്കൊണ്ടിരുന്നു. മഴ കൊണ്ട് അവൾക്കിനി പനിയെങ്ങാനും വരുമോ? അവനിൽ ആകുലത നിറഞ്ഞു. അവളെ കണ്ട സന്തോഷത്തിൽ മറ്റെല്ലാം മറന്ന് അവളെ നോക്കി നിന്നുപോയി ഒരുപാട് നേരം. അപ്പോ ശരീരത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെപ്പോലും അറിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഞാനും അവളും മാത്രം. കണ്ണുകളിൽ കൊതിയോടെ നിറച്ചത് എൻ്റെ പെണ്ണിൻ്റെ ആ കുഞ്ഞു മുഖം മാത്രം. ഇപ്പൊ പക്ഷേ എന്തോ വല്ലായ്മ തോന്നുന്നു. മഴ കൊണ്ട് ശീലം കാണും അവൾക്ക്. ശീലമില്ലെങ്കിൽ വെയ്യാതാവില്ലേ? അവൾ ആര് നോക്കും? അവന് ടെൻഷനായി. ഇനിയും വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് മംഗലത്ത് പോകണം. തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കാര്യങ്ങൾ നടത്തണം. ഇനിയും ഒറ്റയ്ക്കാക്കാൻ കഴിയില്ല അവളെ. തനിച്ച് ജീവിച്ച് ഞാനും മടുത്തിരിക്കുന്നു. അവളില്ലാതെ ഇനി എന്നെക്കൊണ്ട് കഴിയില്ല. അവൻ സ്വയം പറഞ്ഞു. കിച്ചു, നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും തകർച്ച തുടങ്ങാൻ സമയമായിരിക്കുന്നു. അവൻ മനസ്സിൽ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കാർ അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു. അപ്പോഴും തന്നെ ആദ്യമായി കണ്ട അവളുടെ കണ്ണുകളിലെ ഭാവമായിരുന്നു അവൻ്റെ ഉള്ളു നിറയെ. അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. തുടരും.